റഡാർ എഫ് സി, മോണിറ്ററിംഗ് എഫ് സി, കൺസിഡറിംഗ് എഫ് സി. ട്രാൻസ്ഫർ മാർക്കറ്റിലെ പുലികളായിരുന്ന റയൽ മാഡ്രിഡ് കഴിഞ്ഞ കുറേ ട്രാൻസ്ഫർ വിൻഡോകളിൽ ഇത്തരം ചില വിശേഷണങ്ങൾക്ക് കൂടി അവകാശികളാണ്. ഫ്രീ ട്രാൻസ്ഫറിൽ കിട്ടുന്ന താരങ്ങൾക്ക് വേണ്ടി കാത്തു കെട്ടിക്കിടക്കുന്ന ഒരു ശീലം കഴിഞ്ഞ കുറേ വിൻഡോകളിലായി റയലിൽ നിന്നും കാണുന്നു. മുമ്പ് ഏതൊരു താരത്തിനും ഒരു റീപ്ലേസ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ ഉടനടി പണമെറിഞ്ഞു വാങ്ങുന്നൊരു ശീലം അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കൺമുന്നിൽ അവരുടെ പല ടാർഗറ്റുകളും മറ്റു പല ക്ലബ്ബുകളിലേക്കും ചേക്കേറുന്ന കാഴ്ചക്ക് അവർ സാക്ഷികളാവുന്നു. വർഷം 2 കഴിഞ്ഞിട്ടും ടോണി ക്രൂസിന് ഒരു പകരക്കാരനെ എത്തിക്കാനാവാത്തതും, സുബിമെൻഡി, മാർഗോയി തുടങ്ങി റയലിന്റെ പ്രൈം ടാർഗറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നവർ മറ്റു ടീമുകളിലേക്ക് കൂടുമാറുന്നതും അതിന് ഉദാഹരണമാണ്. പക്ഷേ മുമ്പും റയൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. കണ്ണുകൊള്ളുന്ന ഓഫർ ഒരുക്കിയിട്ടും റയലിനോട് നോ പറഞ്ഞ ഒരു പിടി താരങ്ങളുണ്ട്. പിൻകാലത്ത് മറ്റു ക്ലബ്ബുകളുടെ ഇതിഹാസ പട്ടികയിൽ ഇടം പിടിച്ച നിരവധി പേർ. ആരൊക്കെയാണ് ആ താരങ്ങൾ? പരിശോധിക്കാം. വർഷം 2010. തിങ്ങി നിറഞ്ഞ അലിയൻസ് അരീന ഗാലറി സെന്റ് പോളിക്കെതിരായ മത്സരശേഷം ഇടതടവില്ലാത്ത ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങിങ്ങായി പല കൂവിവിളികളും ഉയരുന്നുണ്ട്. മൈതാനത്തിന്റെ ഒത്ത നടുവിലേക്ക് 31 നമ്പർ ജേഴ്സിയും അണിഞ്ഞ് ഒരു 26-കാരൻ മൈക്കുമായി നടന്നു വന്നു. പേര് ബാസ്റ്റിൻ സ്വൈൻസ്റ്റീഗർ. 14-ാം വയസ്സിൽ ബയൺ അക്കാദമിയിലെത്തിയ സ്വൈൻസ്റ്റീഗർ പിന്നീടുള്ള 12 വർഷക്കാലം ബയണിന്റെ വിവിധ ടീമുകൾക്കായി ജേഴ്സി അണിഞ്ഞു. കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന 2010 അയാളെ ചുറ്റിപ്പറ്റി ഒരുപാട് ട്രാൻസ്ഫർ വാർത്തകളും പ്രചരിച്ചു. അതിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് റയൽ മാഡ്രിഡ് തന്നെയായിരുന്നു. 2009 തന്റെ 2ാം വരവിൽ കക്ക, ക്രിസ്ത്യാനോ റൊണാൾഡോ തുടങ്ങി വമ്പൻ താരനിരയെ റയലിലെത്തിച്ച പെരസ് സ്വൈൻസ്റ്റീഗറെ കൂടി ടീമിലെത്തിച്ച് മിഡ്ഫീൽഡിന്റെ ബലം ഒന്നുകൂടി കൂട്ടിയുറപ്പിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. സ്വൈൻസ്റ്റീഗർ ബയണുമായി കരാർ പുതുക്കില്ലെന്ന വാർത്തകൾ കൂടി ശക്തമായതോടെ എല്ലാവരും റയലിലേക്കുള്ള കൂടുമാറ്റം ഉറപ്പിക്കുകയും ചെയ്തു. അതുതന്നെയായിരുന്നു സീസണിലെ അവസാന മത്സരശേഷം ബയൺ ആരാധകരെ അത്രമാത്രം അസ്വസ്ഥരാക്കിയതും. എന്നാൽ ആ കഥക്ക് മറ്റൊരു ക്ലൈമാക്സ് ആയിരുന്നു സ്വൈൻസ്റ്റീഗർ കാത്തുവെച്ചത്. പ്രിയപ്പെട്ട ആരാധകരെ, നിങ്ങൾക്ക് നന്ദി. കഴിഞ്ഞ 12 വർഷമായി ഞാൻ ബയൺ കുപ്പായത്തിൽ കളിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ 5 വർഷത്തേക്ക് കൂടി കരാർ പുതുക്കുന്നു. ഗാലറിയുടെ കൂവലിനെ കരഘോഷമാക്കി മാറ്റാൻ സ്വൈൻസ്റ്റീഗർക്ക് വേണ്ടി വന്നത് 4 വരിയാണ്. പിന്നീട് 2015 ബയൺ വിട്ട സ്വൈൻസ്റ്റീഗർ 2 വർഷം യുണൈറ്റഡിലും 2 വർഷം MLS-ൽ ഷിക്കാഗോ ഫയറിനായും കളിച്ചു. 2019 വിരമിക്കൽ പ്രഖ്യാപിച്ച ശേഷം ഒരു ജർമ്മൻ TV ചാനലിൽ ഫുട്ബോൾ അനലിസ്റ്റായാണ് സ്വൈൻസ്റ്റീഗർ പ്രവർത്തിക്കുന്നത്. ബാഴ്സയുടെ എക്കാലത്തെ മികച്ച മുന്നേറ്റത്രയങ്ങളിൽ ഒന്നാണ് MSN. മെസ്സി, സുവാരസ്, നെയ്മർ, ലൂയി എൻറിക്കയ്ക്ക് കീഴിൽ തകർത്താടിയ ഈ ട്രയോ അക്കാലത്ത് യൂറോപ്പിൽ ഏറ്റവും മികച്ച അപകടകാരികളായ മുന്നേറ്റ നിര കൂടിയായിരുന്നു. എന്നാൽ ഈ മൂവർ സംഘത്തിലെ 2 പേർ റയലിനോട് നോ പറഞ്ഞ് ബാഴ്സയിലെത്തിയവരാണ്. അതെ, നെയ്മറും സുവാരസും. 2006 റയൽ ആദ്യമായി നെയ്മറെ ടീമിലെത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. താരത്തിന് അന്ന് വെറും 13 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ബ്രസീലിയൻ താരങ്ങളോട് അതിയായ ഭ്രമം കാണിക്കുന്ന ക്ലബ്ബുകളിലൊന്നായ റയൽ അന്ന് താരത്തിന് ആ പ്രായത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഓഫർ ഒരുക്കി. പിന്നാലെ റയലുമായി കരാർ ഒപ്പിടാൻ നെയ്മറും പിതാവും സ്പെയിനിലെത്തി. പിന്നാലെയാണ് കഥയിലെ ട്വിസ്റ്റ് നടക്കുന്നത്. സ്പെയിനിലെത്തിയ നെയ്മറിന്റെ പിതാവിന് ബ്രസീലിൽ നിന്നും ഒരു ഫോൺ വരുന്നു. സാന്റോസ് ക്ലബിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് മറുതലക്കൽ. 10-ാം വയസ്സ് മുതൽ സാന്റോസിനായി പന്തുതൊട്ടുന്ന നെയ്മറെ ഇവിടെ തന്നെ നിലനിർത്തിയാൽ കുടുംബത്തിന് താമസിക്കാൻ ട്രെയിനിങ് ഗ്രൗണ്ടിന് അടുത്തായി ഒരു അപ്പാർട്ട്മെന്റ് നൽകാമെന്നായിരുന്നു അവരുടെ ഓഫർ. മകൻ ബ്രസീൽ വിട്ട് പുറത്തു പോകുന്നതിൽ വലിയ താല്പര്യമില്ലാത്ത നെയ്മറിന്റെ പിതാവ് ആ ഓഫറിന്റെ സമ്മതം മൂളി. പിന്നീട് സാന്റോസിന്റെ ഇതിഹാസ പട്ടികയിലേക്ക് നെയ്മർ എത്തിയതും 2011 ക്ലബ് ലോകകപ്പിൽ ബാഴ്സക്ക് മുന്നിൽ താരം നിറഞ്ഞു കളിച്ചതുമെല്ലാം ഒരു നിയോഗം പോലെയായിരുന്നു. ആ പ്രകടനത്തിന്റെ പേരിൽ ബാഴ്സ 2013 ഓഫറുമായി വന്നപ്പോൾ നെയ്മറും പിതാവും അതിനൊരു നോ പറഞ്ഞില്ല. അന്നും താരത്തെ റാഞ്ചൻ റയൽ ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയം കാണാതെ പോയി. ബാഴ്സ വിട്ട് പാരീസും അവിടെ നിന്ന് സൗദിയിലേക്കും ചേക്കേറിയ നെയ്മർ വീണ്ടും തിരികെ സാന്റോസിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ ഈ വർഷാവസാനം വരെ താരത്തിന് ക്ലബ്ബുമായി കരാറുണ്ട്. 2014 ലൂയിസ് സുവാരസ് ബാഴ്സയിലെത്തുന്നത്. ലിവർപൂളുമൊത്തുള്ള തന്റെ അവസാന സീസണിൽ 33 മത്സരങ്ങളിൽ 31 ഗോളുമായി പ്രീമിയർ ലീഗിലെ ഗോൾഡൻ ബൂട്ട് നേടിയ സുവാരസ് ആ സീസണിൽ 12 അസിസ്റ്റുമായി അസിസ്റ്റ് പട്ടികയിലും 2ാം സ്ഥാനത്തുണ്ടായിരുന്നു. അന്ന് ബാഴ്സക്കൊപ്പം റയലും താരത്തെ ഒപ്പം കൂട്ടാനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിരുന്നെങ്കിലും സുവാരസ് ബാഴ്സ തിരഞ്ഞെടുക്കുകയായിരുന്നു. റയലിന് എന്നെ ടീമിലെത്തിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ബാഴ്സയായിരുന്നു എൻ്റെ ഡ്രീം ടീം. അവർ ഒരു ഓഫറുമായി വന്നപ്പോൾ പിന്നെ എനിക്ക് മറിച്ചൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. പിൻകാലത്തൊരു പരിപാടിയിൽ സംസാരിക്കവേ സുവാരസ് അതിനെപ്പറ്റി പറഞ്ഞതിങ്ങനെ: 2020 ബാർസ വിട്ട സുവാരസ് അത്ലറ്റിക്കോ മാഡ്രിഡ്, നാസിയോണൽ, ഗ്രീമിയോ ടീമുകൾക്കായി പന്ത് തട്ടിയ ശേഷം വീണ്ടും മെസ്സിക്കൊപ്പം കളിക്കാൻ ഇന്റർ മയാമിയിലേക്ക് വണ്ടി കയറുകയായിരുന്നു. 2024 മുതൽ MLS-ലാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത്. AS റോമ എന്ന ക്ലബിന്റെ പര്യായമായി പറയാവുന്ന പേരാണ് ഫ്രാൻസിസ്കോ ടോട്ടിയുടേത്. 1989 മുതൽ 2017 വരെ ഏതാണ്ട് 28 വർഷകാലമാണ് ടോട്ടി റോമയുടെ കുപ്പായം അണിഞ്ഞത്. സീനിയർ ടീമിനൊപ്പം 600-ലേറെ മത്സരങ്ങൾ കളത്തിലിറങ്ങിയ താരത്തിന്റെ വിടവാങ്ങൽ മത്സരം അയാൾ അവർക്ക് ആരായിരുന്നു എന്നതിന് തെളിവായിരുന്നു. ഈ 28 വർഷത്തിനിടെ റയൽ മാഡ്രിഡ് അടക്കം പലരും പലതവണ ടോട്ടിക്ക് ഓഫറുമായി എത്തി. എന്നാൽ അവരോടെല്ലാം നോ പറയാനായിരുന്നു അയാളുടെ തീരുമാനം. സാധാരണഗതിയിൽ ഒരു താരത്തിനായി റയൽ മാഡ്രിഡ് ഒരിക്കൽ മാത്രമാണ് ഓഫർ നൽകാറ്. ചുരുക്കം ചില സാഹചര്യങ്ങളിലെ അവർ ആ പോളിസിയിൽ മാറ്റം വരുത്തിയിട്ടുള്ളൂ. അതിലൊന്ന് ടോട്ടിക്കായിരുന്നു.
3 തവണയാണ് റയൽ ടോട്ടിക്ക് മുമ്പിൽ ഓഫർ വെച്ചത്, പക്ഷെ അത് മൂന്നും താരം നിരസിച്ചു. പെരസിന്റെ ആദ്യ ഗലാറ്റിക്കോയിലെ 10ാം നമ്പർ ജേഴ്സി എന്ന ആരെയും കൊതിപ്പിക്കുന്ന ഓഫർ നിരസിക്കാൻ ടോട്ടിക്ക് രണ്ടാമത് ചിന്തിക്കേണ്ടി പോലും വന്നില്ല. സ്വന്തം ക്ലബിനോടുള്ള ലോയൽറ്റിയുടെ പേരിൽ റയലിന്റെ ഓഫർ തള്ളിയവരിൽ സ്റ്റീവൻ ജെറാർഡ് എന്ന ഇംഗ്ലീഷ് ഇതിഹാസവുമുണ്ട്. 2010 സ്വൈൻസ്റ്റീഗറിന് പുറമെ മൗറിനോ റയലിലെത്തിക്കാൻ ആവശ്യപ്പെട്ട പേരുകളിൽ ഒന്നായിരുന്നു ജെറാർഡിൻ്റെത്. എന്നാൽ ലിവർപൂൾ വിട്ട് എങ്ങോട്ടേക്കുമില്ലെന്നായിരുന്നു താരത്തിന്റെ തീരുമാനം. ചെൽസി പരിശീലകനായ സമയത്തും മൗറിനോ ജെറാർഡിനെ സ്വന്തം ടീമിലെത്തിക്കാൻ നോക്കിയിരുന്നു. പക്ഷേ അന്നും ജെറാർഡിന്റെ തീരുമാനം ലിവർപൂളിൽ തുടരുക എന്ന് മാത്രമായിരുന്നു. 2010 റയലിന്റെ ഓഫർ നിരസിച്ച ജെറാർഡ് അതേ വർഷം ചാമ്പ്യൻസ് ലീഗിൽ റയലിനെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നേരിട്ടു. 2015 ആൻഫീൽഡിന്റെ പടിയിറങ്ങിയ താരം MLS-ൽ 1 വർഷം കളിച്ച ശേഷം പരിശീലക റോളിലേക്ക് ചേക്കേറി. ഏറ്റവും ഒടുവിൽ സൗദി ക്ലബ് അൽ ഇത്തിഫാഖിന്റെ പരിശീലകനായിരുന്നു ഈ 45-കാരൻ. ജിയാൻലൂയിജി ബഫൺ, മാർക്കോ വെരാട്ടി, റോയ് കീൻ, പോൾ പോഗ്ബ, പാട്രിക് വിയേര എന്നിങ്ങനെ ലോസ് ബ്ലാങ്കോസിന്റെ തുവള്ളക്കുപ്പായം വേണ്ടെന്ന് വെച്ചവരിൽ ഒരുപാട് പേരുണ്ട്. ഒന്നിലധികം തവണ നിരസിച്ചിട്ടും വീണ്ടും ഓഫറുമായി ചെന്ന് എംബാപ്പയെ ടീമിലെത്തിച്ച പെരസ് ചില സമയങ്ങളിൽ തന്റെ പോളിസി മാറ്റിവെക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. ടോണി ക്രൂസിനും ലൂക്ക മോഡ്രിച്ചിനും ഒരു പകരക്കാരനെ തേടുന്ന റയൽ ജനുവരി വിൻഡോയിൽ ആരെങ്കിലും എത്തിക്കുമോ? റയലിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഇങ്ങോട്ടേക്ക് ഇല്ലെന്ന് പറഞ്ഞ ക്ലോപ്പിന് പെരസ് വീണ്ടും ഒരു ഓഫർ വെക്കുമോ? കാത്തിരിക്കാം.